കൊണ്ട് പറ്റുമെടാ. ഒരു നാൾ നീ ഇന്ത്യക്ക് വേണ്ടി കളിക്കും. വർഷങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരത്തെ പൊരിവെയിലത്ത് ഭാരമേറിയ ക്രിക്കറ്റ് കിറ്റും തോളിലേറ്റി ബസ് കാത്തു നിൽക്കുന്ന ഒരു കൊച്ചു പയ്യനോട് വിഴിഞ്ഞത്തെ ഓട്ടോറിക്ഷ ചേട്ടന്മാർ പറഞ്ഞ വാക്കുകളാണിത്. അന്ന് ആ പയ്യൻ അത് കേട്ട് വിനയത്തോടെ ചിരിച്ചു കാണും. എന്നാൽ ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ നെറുകയിൽ നിൽക്കുമ്പോൾ, T20 ലോകകപ്പ് ടീമിൽ അംഗമായിരിക്കുമ്പോൾ, മഹേന്ദ്ര സിംഗ് ധോണിയുടെ പിൻഗാമിയായി ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് 18 കോടിയുടെ റെക്കോർഡ് തുകയ്ക്ക് കൂടുമാറുമ്പോൾ, സഞ്ജു സാംസൺ എന്ന വിശ്വനാഥ് സാംസൺ ആദ്യം നന്ദി പറയുന്നത് ആ നാട്ടുകാരോടാണ്. അവഗണനയുടെയും തഴയപ്പെടലിന്റെയും കയ്പുനീർ പലതവണ കുടിച്ചിട്ടും തന്നെ കൈവിടാതെ നെഞ്ചിലേറ്റിയ സ്വന്തം നാടിനെക്കുറിച്ച് വിഴിഞ്ഞത്ത് നടന്ന ചടങ്ങിൽ സഞ്ജു മനസ്സു തുറന്നപ്പോൾ അത് കൂടി നിന്നവരുടെ കണ്ണുകളെ ഈറനണിയിച്ചു. തന്റെ അച്ഛന്റെയും അമ്മയുടെയും നാടായ വിഴിഞ്ഞത്ത് നടന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു സഞ്ജു. ഡൽഹിയിലും രാജസ്ഥാനിലും ദക്ഷിണാഫ്രിക്കയിലുമെല്ലാം വലിയ വേദികളിൽ സംസാരിച്ച് ശീലമുണ്ടെങ്കിലും സ്വന്തം നാട്ടുകാർക്ക് മുന്നിൽ സംസാരിക്കുമ്പോൾ തനിക്ക് ടെൻഷൻ ഉണ്ടെന്ന് സഞ്ജു തുറന്നു പറഞ്ഞു. കുറെ സ്റ്റേജിൽ കയറിയിട്ടുണ്ട്. പക്ഷെ സ്വന്തം നാട്ടുകാർക്ക് മുന്നിൽ സ്റ്റേജിൽ നിന്ന് സംസാരിക്കാൻ അത്ര എളുപ്പമല്ല. ഒരു ടെൻഷനൊക്കെ മനസ്സിലുണ്ട്. പണ്ടിവിടെ കടപ്പുറമായിരുന്നു. ഇപ്പോഴാണ് ഗ്രൗണ്ടൊക്കെ വന്നത്. ചെറുതായിരുന്നപ്പോൾ എന്നെ എൻ്റെ അമ്മയും അച്ഛനും അപ്പൂപ്പന്മാരും കളിപ്പിക്കാൻ കൊണ്ടുവന്നിരുന്ന സ്ഥലമാണിത്. ആ ഒരു ഓർമ്മ നന്നായിട്ടുണ്ട്. സഞ്ജുവിന്റെ വാക്കുകളിൽ ഗൃഹാതുരത്വം നിറഞ്ഞു നിന്നു. അച്ഛൻ സാംസൺ വിശ്വനാഥിന്റെ നിർബന്ധമാണ് തന്നെ ഇവിടെ എത്തിച്ചതെന്ന് സഞ്ജു പറഞ്ഞു. അച്ഛൻ വിളിച്ചു പറഞ്ഞു, എടാ, ഒരു പരിപാടിയുണ്ട്, നീ എത്തിയിരിക്കണം. ഇന്ത്യൻ ക്യാമ്പാണെങ്കിലും എന്താണെങ്കിലും ഒരു ദിവസം വിഴിഞ്ഞത്തെ ആൾക്കാർക്ക് കൊടുക്കണം. ഇത്രയും വലിയ സ്നേഹത്തിനും സപ്പോർട്ടിനും നാടിനോട് നന്ദിയുണ്ട്, സഞ്ജു കൂട്ടിച്ചേർത്തു. ഓട്ടോ ചേട്ടന്മാരുടെ പ്രവചനം. ഇന്നത്തെ സൂപ്പർ താരത്തിലേക്കുള്ള സഞ്ജുവിന്റെ യാത്ര പൂമെത്ത വിരിച്ചതായിരുന്നില്ല. കഠിനാധ്വാനത്തിന്റെ നാളുകളെക്കുറിച്ച് അദ്ദേഹം ഓർത്തെടുത്തു. വിഴിഞ്ഞം മുതൽ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ട് വരെ അച്ഛനും അമ്മയും കൊണ്ടുപോകും. ചില ദിവസങ്ങളിൽ വീട്ടിൽ നിന്ന് ബാറ്റിംഗ് കിറ്റുമായി ഞാനും ചേട്ടനും ബസ് സ്റ്റാൻഡ് വരെ നടന്നു പോകും. അപ്പോ വഴിയിലുണ്ടായിരുന്ന കുറെ ചേട്ടന്മാരുടെ മുഖം എനിക്കിവിടെ കാണാം. അന്ന് നിന്നെ കൊണ്ട് പറ്റുമെടാ, ഒരു ദിവസം നീ ഇന്ത്യക്ക് വേണ്ടി കളിക്കുമെന്ന് പിന്തുണച്ചവർക്ക് നന്ദി പറയുന്നു. പ്രത്യേകിച്ചും ഓട്ടോ ചേട്ടന്മാരോട്. വലിയ ബാഗും തൂക്കി നടന്നു പോയിട്ടുള്ളപ്പോ നീ കയറിക്കോടാ, ബസ് സ്റ്റാൻഡിലാക്കി തരാമെന്ന് പറഞ്ഞവരുണ്ട്. സെലക്ടർമാരും അധികാരികളും മുഖം തിരിച്ചപ്പോഴും സാധാരണക്കാരായ മനുഷ്യർ നൽകിയ ആത്മവിശ്വാസമാണ് സഞ്ജുവിനെ മുന്നോട്ട് നയിച്ചത്. അവരുടെ വാക്കുകൾ ഒരു പ്രവചനം പോലെ ഇന്ന് സത്യമായിരിക്കുന്നു. അവഗണനകളെ അതിജീവിച്ച പോരാളി. സഞ്ജുവിന്റെ ഈ വാക്കുകൾക്ക് ഇന്ന് പ്രസക്തിയേറെയാണ്. ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇത്രയേറെ അവഗണിക്കപ്പെട്ട മറ്റൊരു താരം സമീപകാലത്തുണ്ടായിട്ടില്ല. റൺസ് അടിച്ചു കൂട്ടുമ്പോഴും ടീമിൽ നിന്ന് പുറത്താക്കപ്പെടുക, അവസരം കിട്ടുമ്പോൾ ബാറ്റിംഗ് ഓർഡറിൽ താഴേക്ക് മാറ്റുക, പരിക്കില്ലാത്തപ്പോഴും ബെഞ്ചിലിരുത്തുക, അങ്ങനെ സഞ്ജു നേരിട്ട പരീക്ഷണങ്ങൾ അനവധിയാണ്. പലപ്പോഴും വടക്കേ ഇന്ത്യൻ ലോബികൾക്ക് മുന്നിൽ മലയാളി താരത്തിന്റെ പ്രതിഭ തഴയപ്പെട്ടു എന്ന ആരോപണം ശക്തമായിരുന്നു. എന്നാൽ സഞ്ജു പരാതിപ്പെട്ടില്ല. പകരം തന്റെ ബാറ്റ് കൊണ്ട് മറുപടി നൽകി. മനസ്സിലൊരു സ്വപ്നമുണ്ട്, അത് നേടിയെടുക്കാമെന്നുള്ള ആത്മവിശ്വാസമുണ്ടെങ്കിൽ ഒപ്പം കഠിനാധ്വാനവും അച്ചടക്കവും ചേർന്നാൽ സ്വപ്നം യാഥാർത്ഥ്യമാകും എന്ന് സഞ്ജു പറയുമ്പോൾ അത് അവഗണിച്ചവർക്കുള്ള മറുപടി കൂടിയാണ്. ഇന്ന് ന്യൂസിലാൻഡിനെതിരായ പരമ്പരയിലും T20 ലോകകപ്പ് സ്ക്വാഡിലും സഞ്ജു തന്റെ പേര് എഴുതി ചേർത്തിരിക്കുന്നത് ആ കഠിനാധ്വാനം കൊണ്ടാണ്. രാജസ്ഥാനിൽ നിന്ന് ചെന്നൈയിലേക്ക് 18 കോടിയുടെ രാജകീയ മാറ്റം. വിഴിഞ്ഞത്തെ ഈ വികാരനിർഭരമായ പ്രസംഗത്തിന് തൊട്ടു പിന്നാലെയാണ് ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ച ആ വമ്പൻ വാർത്തയും പുറത്തുവരുന്നത്. വരാനിരിക്കുന്ന IPL സീസണിൽ സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിന്റെ പിങ്ക് ജേഴ്സിയിലല്ല, മറിച്ച് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മഞ്ഞ കുപ്പായത്തിലാകും ഇറങ്ങുക. IPL ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ട്രെൻഡിങ്ങുകളിൽ ഒന്നാണ് നടന്നിരിക്കുന്നത്. 18 കോടിയുടെ സ്വാപ്പ് ഡീലിലൂടെയാണ് സഞ്ജു ചെന്നൈയിലെത്തുന്നത്. പകരമായി ചെന്നൈയുടെ സ്റ്റാർ ഓൾറൗണ്ടർമാരായ രവീന്ദ്ര ജഡേജയും സാം കറനും രാജസ്ഥാൻ റോയൽസിലേക്ക് പോകും. മഹേന്ദ്ര സിംഗ് ധോണിയുടെ സ്വന്തം ടീമിലേക്കുള്ള സഞ്ജുവിന്റെ വരവ് യാദൃശ്ചികമല്ല. ധോണിക്ക് ശേഷം വിക്കറ്റ് കീപ്പർ ബാറ്ററായും ഭാവി നായകനായും CSK കണ്ടുവച്ചിരിക്കുന്നത് സഞ്ജുവിനെയാണ്. രാജസ്ഥാനിൽ ക്യാപ്റ്റനായി മികവ് തെളിയിച്ച സഞ്ജുവിന് ചേപ്പോക്കിലെ സ്പിൻ പിച്ചുകളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. തന്നെ തഴഞ്ഞവർക്കുള്ള മധുര പ്രതികാരം കൂടിയാണ് ഈ കൂടുമാറ്റം.
ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും വിജയകരമായ ഫ്രാഞ്ചൈസിയുടെ അമരക്കാരനാകാൻ ഒരുങ്ങുന്ന സഞ്ജു തന്റെ വിമർശകരുടെ വായടപ്പിച്ചിരിക്കുകയാണ്. യുവതലമുറയോട് സ്വന്തം അനുഭവത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് യുവതലമുറയ്ക്ക് സഞ്ജു നൽകുന്ന ഉപദേശം ഇതാണ്: ആത്മവിശ്വാസം, കഠിനാധ്വാനം, അച്ചടക്കം, ഇത് മൂന്നുമുണ്ടെങ്കിൽ ജീവിതത്തിൽ എന്തും നേടാം. വിഴിഞ്ഞത്തെ ഓട്ടോ ചേട്ടന്മാർ അന്ന് നൽകിയ ലിഫ്റ്റ് സഞ്ജുവിനെ എത്തിച്ചത് ഇന്ത്യൻ ടീമിലേക്കും ഇപ്പോൾ DSKയിലേക്കുമാണ്. അവഗണനയുടെ കല്ലുകൾ പാകിയ വഴിയിലൂടെ നടന്ന് വിജയത്തിന്റെ കൊടുമുടി കയറിയ സഞ്ജു സാംസൺ ഓരോ മലയാളിക്കും എന്നും ഒരു അഹങ്കാരമാണ്.